ഈ കൊല്ലാനുള്ള ടൈപ്പ് സാധനങ്ങൾ ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. മൂക്ക് കട്ടായി പോയ ആൾക്കാരുണ്ട്. നിങ്ങൾ മത്സരം ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. കാല് കട്ടായി പോകുന്ന ആൾക്കാരുണ്ട്, നോക്കൗട്ട് ആയി പോകുന്ന ആളുണ്ട്, മരിച്ചു പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇവൻ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങൾ മാക്സിമം ഡയറ്റിൽ മാക്സിമം ചെയ്തു. വീഡിയോസ് കണ്ടിട്ട് മാത്രം ഒരിക്കലും ഫിറ്റ്നസ് ടിപ്സ് ഫോളോ ചെയ്യരുത്. കാരണം 100 ട്രെയിനേഴ്സിന് 100 ടൈപ്സ് അഭിപ്രായമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ സിറ്റുവേഷൻ ബാഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫാമിലിനൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിച്ച് ബോധം കെടുത്തും. അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇനി തിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. സാധാരണ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാം. മീനും കഴിക്കാം, ചിക്കൻ കഴിക്കാം, ബിരിയാണി കഴിക്കാം, എന്നും കഴിക്കാം. പക്ഷെ തോന്നി എത്ര കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ലാലേട്ടനാണെങ്കിലും നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നിവിൻ പോളി, അങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത് ഭയങ്കര ഒരു ലുക്ക് വൈസ് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അതെ, അത് ഒരു ചെറിയ പീരീഡിൽ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ഹെൽത്തി ആണ് അവർക്ക്? ഒരിക്കലും സിക്സ് പാക്ക് ആർക്കും ഉണ്ടാവില്ല. നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യണം, പിന്നെ ഫാറ്റ് ബേണിങ്ങും ചെയ്യണം, ദെൻ ആപ്സിന് വർക്കൗട്ട് ചെയ്യണം. ഈ 3 കാര്യം കൂടി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഹായ് ഓൾ, വെൽക്കം ടു ദി മാട്രാ ഷോ. കരാട്ടെ കിഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ തന്നെ ഒരു സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനർ പ്ലസ് കരാട്ടെ മാസ്റ്ററാണ് നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത്, അഷ്റഫ്. ഹായ് ചേട്ടാ. ഹായ്. സുഖമാണോ? സുഖമായിരിക്കും. ഇപ്പം എന്തൊക്കെയാണ് കൊച്ചിയിൽ ചെയ്യുന്നത്? ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 4-5 മാസമായി. നമ്മളൊരു ക്ലാസ് ഇവിടെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ക്ലാസ്സൊക്കെ ഉള്ളത് കാസർഗോഡാണ്. അതേപോലെ കുറച്ച് സിനിമയിലുള്ള താരങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്? ഉണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? കറൻ്റ് ഉള്ളത് ആരൊക്കെയാണ്? ഞാൻ മെയിനായിട്ട് എല്ലാ ദിവസവും ട്രെയിനിങ് ഇപ്പോൾ കൊടുക്കുന്നുള്ളത് സണ്ണി വെയിനാണ്. അതേപോലെ ആൻസൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർക്ക്. പിന്നെ കുറച്ച് ആൾക്കാർ പേര് പറയാനായിട്ടില്ല. അവർക്ക് ഇഷ്യൂസ് ഉണ്ട് പറയുന്നതിനൊക്കെ? അങ്ങനല്ല, സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ശരി, ഓക്കെ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് കൊച്ചിയിൽ വന്ന് ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. കൊച്ചി എങ്ങനെയുണ്ട്? അടിപൊളി. നേരത്തെ കൊച്ചി അടിപൊളി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്കൊരു ചെറിയൊരു ചേഞ്ച്. കാസർഗോഡ് നിന്ന് വന്നല്ലേ, കാസർഗോഡ് ഭാഷയിൽ നമുക്കൊന്ന് കൊച്ചിനെ ഡിസ്ക്രൈബ് ചെയ്യാവോ? അതിന് പകരം കാസർഗോഡ് ഭാഷയിൽ കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ. അതോ കൊച്ചിനെ കുറിച്ച് തന്നെ പറയും? കൊച്ചിനെ കുറിച്ച് പറഞ്ഞോ? കൊച്ചിയെ കുറിച്ച് മനസ്സിലാവട്ടെ. കൊച്ചി വേറെ വല്ല ടോപ്പിക്ക് മതി. ടോപ്പിക് കൊച്ചി നല്ല പാങ്ങുണ്ട്. ഇവിടെ നല്ല മജയുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ട് നല്ല പാങ്ങ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് നിൽക്കാനായിട്ടുണ്ട്. പിന്നെ പരിക്കാറാണ് കുറച്ച് കരക്കരായിട്ട് താന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കരക്കര പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് പോയിട്ട് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല മജ പിടിച്ച് കുടിക്കുന്ന അല്ലല്ല, നല്ല രസമായി പിടിച്ച് അടിപൊളിയാണ്. കൊള്ളാമെന്ന് മാത്രം മനസ്സിലായി, പക്ഷെ അതിനകത്ത് ഒന്നും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും മനസ്സിലായി? എനിക്കെല്ലാം മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യുന്നത് കംഫർട്ടബിൾ ആണോ? ടൈമിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരേ ദിവസം തന്നെ 2-3 ആൾക്കാർ വിളിച്ച് കഴിഞ്ഞാൽ അത് ഷെഡ്യൂൾ ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. അല്ലാതെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഫിറ്റ്നസ് ആണെങ്കിലും അതേപോലെ മാർഷൽ ആർട്സിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾക്ക് ഉള്ള കിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ സാധാരണ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൊടുക്കുന്ന പോലെ ഈ സെലിബ്രിറ്റീസിന് ഇത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് പറയുന്നത്, സാധാരണ ഒരാൾ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ അതിനൊരു സിലബസ് ഉണ്ടാവും. അതായത് ബെൽറ്റ് ഗ്രേഡിങ് ഉണ്ടാവും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതായിരിക്കും. ഇവരിപ്പോൾ ഒരു പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാത്രം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതിയോ, അല്ലാണ്ട് ബെൽറ്റ് ഗ്രേഡിങ്ങോ കോമ്പറ്റീഷനോ ആ ഒരു ലെവലിലല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. അവരെപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അത് എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ഇത് ഇന്നത് ഫോളോ ചെയ്തേ പറ്റൂ എന്നൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ അവർക്ക് അത് ആ രീതിയിൽ പറ്റില്ലോ. അപ്പോൾ അത് കംഫർട്ടബിൾ ആണോ പറയാൻ? അങ്ങനെ സ്ട്രിക്റ്റ് അല്ല, ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ആക്ച്വലി ക്ലാസ് എടുക്കുന്നുള്ളത്. പിന്നെ ചില കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുക, അത് അവർക്ക് ഇഷ്ടമാണ് ആക്ച്വലി. അത് കുഴപ്പമൊന്നുമില്ല. കാരണം നല്ലോണം ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് അത്ര റിസൾട്ട് കിട്ടുമല്ലോ.
ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെയും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. നോർമലി നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ മറ്റേ കമ്പിട്ട് അടിച്ച് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അല്ല അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒന്നാമത് വെയിറ്റ് ട്രെയിനിങ് അല്ല, അത് റെപ്പിറ്റേഷൻ കൂടുതൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. ഇത് അവർക്ക് പറ്റണ പോലെ മെല്ലെ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. കുറച്ചും കൂടി ഡിഫറൻസ് ആയിരിക്കും ജിമ്മുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഈ മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് വഴി നമുക്ക് മസിൽ ലോസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയല്ല, മസിൽ ലോസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ തീരെ മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് മസിൽ ലോസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒന്നിച്ചിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്തില്ലെങ്കിലും മസിൽ ലോസ് ഉണ്ടാവും. ഞാനൊക്കെ ജിമ്മിൽ തീരെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയ മസിൽസ് ആണെങ്കിലും അത് കീപ്പ് ചെയ്യുന്നത് എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഫുഡിൽ നിന്ന് ഞാൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഹാൻഡ് വാക്കിംഗ് പോലെ കാലിസ്തെനിക് പോലത്തെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ മസിൽ ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വെറും പ്രാക്ടീസ് മാത്രം, നോ പ്രോട്ടീൻ നോ വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ മസിൽ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഡയറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. ഈ ഡയറ്റ് കീപ്പ് ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇത് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ഡയറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് അല്ല. ബോഡി ബിൽഡേഴ്സിനൊക്കെ കോമ്പറ്റീഷന് പോകുന്ന ആൾക്ക് അത് എക്സ്പെൻസീവാണ്. കാരണം അത്രയും പ്രോട്ടീനും ക്രിയാറ്റിനും ബാക്കി കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ്സൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ ടാർഗറ്റ് ചില ആൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. നമുക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്ന ഫുഡ് വെച്ചുകൊണ്ടൊന്നും ചെയ്യാം. ഇപ്പോൾ പ്രോട്ടീൻ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ടാവും. ഇപ്പോൾ ചിക്കനൊക്കെ ഡെയിലി വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്ക് വെജിറ്റബിൾസിൽ കിട്ടുന്ന പ്രോട്ടീൻസ് ഉണ്ട്, അങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ മാത്രമല്ല, നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം കൂടിയിട്ടുള്ള ഡയറ്റാണ് ആരായാലും എടുക്കേണ്ടത്. അപ്പോൾ അത് ചില ആൾക്ക് ഈ മസിൽ ഗെയിനാക്കാൻ നോക്കുന്ന ആൾക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ ആവശ്യമുണ്ട്. നോർമലി സാധാരണ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഒരാൾക്ക് കുറച്ച് പ്രോട്ടീൻ മതിയാവും. അപ്പോൾ അത് ബാലൻസ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. അഷ്റഫ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ശരിക്കും ഇത് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ സജഷനോട് കൂടിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള അത്യാവശ്യം ജോയിനിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ തന്നെ 20ഓളം ഡയറ്റീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരാണ് ഒരാളുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് ഡയറ്റ് ഇത് ചെയ്ത് കൊടുക്കും. ഓക്കെ, വിത്ത് കൺസൾട്ടേഷനാണ്. അതെ. ഓക്കെ, ഇപ്പം സെലിബ്രിറ്റീസിന് ഇതുപോലെ ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ്, അതായത് ഇപ്പം ലാലേട്ടനാണെങ്കിലും നമ്മുടെ ഇപ്പം റീസെൻ്റ്ലി നിവിൻ പോളി, അങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത് ഭയങ്കര ഒരു ലുക്ക് വൈസ് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അതെ. അത് ഒരു ചെറിയ പീരീഡിൽ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ഹെൽത്തി ആണ് അവർക്ക്? ആക്ച്വലി അത് ഹെൽത്തി അല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്നാണെങ്കിൽ പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആൾ തന്നെ പല ഇൻ്റർവ്യൂസിലും പറയലുണ്ട്, ഒരിക്കലും ആരും ഇത് ചെയ്യാൻ പോകരുത്, കാരണം ഭയങ്കര അൺഹെൽത്തിയാണ്. പക്ഷെ അത് സിനിമൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. റെഗുലറായിട്ട് ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭയങ്കര ക്ഷീണം തോന്നും, കയ്യിലൊരു വിറയൽ വരും, പിന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ ഒരിക്കലും ഷോർട്ട് കട്ട് ആരും നോക്കരുത്. ഒരു 8 കിലോ ഒക്കെ പെട്ടെന്നൊന്ന് കുറയ്ക്കണം, ഒരു മാസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് എല്ലാ മാസവും 8 കിലോ വെച്ച് 10 കിലോ വെച്ച് കുറക്കുന്നത് ഭയങ്കര അൺഹെൽത്തിയാണ്. ഓക്കെ, ചേട്ടൻ മറ്റേ വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ, അതായത് 45 ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ പറയും. അപ്പോൾ അതും എങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടാണോ അതോ? ആക്ച്വലി അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ഡയറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഡയറ്റും 1 hour വർക്കൗട്ടുമാണ് കൊടുക്കുന്നത്. അതിപ്പോൾ 45 ഡേയ്സിൽ ഷേപ്പിൽ നല്ല മാറ്റം ഉണ്ടെങ്കിലും KG വൈസ് നോക്കുമ്പോൾ നമുക്ക് 7 മുതൽ 10 കിലോ വരെയാണ്. അത് ഹെൽത്തിയാണ്. ആക്ച്വലി 6 കിലോ ഒരു മാസം വെച്ച് നമുക്ക് മാക്സിമം കുറക്കാം. അതിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുറക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെലിബ്രിറ്റീസൊക്കെ യഥാർത്ഥത്തിൽ റിസ്ക് ആണ് എടുക്കുന്നത്. ഉറപ്പായിട്ടും അവർക്ക് തന്നെ അറിയാം. അത് ചെറിയ സമയമായിരിക്കും. ഇപ്പോൾ ഒരു ഡയറക്ടർ കൊടുക്കുന്നത് ഒരു 6 month ആയിരിക്കും, ഒരു 25-30 kg കുറക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആക്ച്വൽ വെയിറ്റിനേക്കാളും താഴെ കൊണ്ടുപോകുന്നത് ഭയങ്കര ടഫായിരിക്കും. എക്സ്ട്രാ വെയിറ്റ് ഉള്ള ഒരാൾക്ക് അങ്ങനെ കുറക്കാൻ പറ്റും. ഇപ്പോൾ പൃഥ്വിരാജ് ഉണ്ടായത് ഏകദേശം ചെറിയൊരു 5-10 കിലോ കൂടുതലുണ്ടായത്, കുറച്ചത് കുറേ അധികം കുറച്ചില്ലേ, എക്സ്ട്രീമായിട്ട് കുറച്ചു ചെറിയ ടൈം കൊണ്ട്. അതെ, ലാസ്റ്റ് ടൈം ഭയങ്കര ആൾ ബോധം കെട്ട് വീണിട്ട് എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ കേൾക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. ഒരു ഷോർട്ട് കട്ടല്ല, നമ്മളൊരു ലൈഫാണ്, എല്ലാവരുടെ ഒരു ജീവിതമാണല്ലോ. നമ്മൾ ഹെൽത്തി ആയിരിക്കാനാണ് നോക്കുന്നത്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് വയറ് കുറക്കാനോ അല്ലെങ്കിൽ മുഖത്തുള്ള ഫാറ്റ് അങ്ങനെ കുറക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള വഴി നോക്കാം, നമുക്ക് തോന്നിയ പോലെ ചെയ്യാണ്ടിരിക്കാം. ഇപ്പം മിക്കവരും ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നത് പെട്ടെന്ന് 6 pack കൊണ്ടുവരിക അങ്ങനത്തെ ഇതാണ്. ഒരു വെജിറ്റേറിയൻ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 6 pack കൊണ്ടുവരാൻ പറ്റുമോ? ഉറപ്പായിട്ടും. 6 pack എന്ന് പറയുന്നത് എന്തറിയോ, നമ്മളെ ഈ കയ്യിൽ ബൈസെപ്സ് മസിലുള്ള പോലെ, ചെസ്റ്റ് മസിലുള്ള പോലെ ആപ്സ് എന്ന് പറയുന്നത് മസിലാണ്. അത് വിസിബിൾ ആവണമെങ്കിൽ മേലെയുള്ള ഈ വയറില്ലേ ചാടിയിട്ടുള്ള
അത് ആക്ച്വലി ഫാറ്റാണ്. ഈ ഫാറ്റ് ബേൺ ചെയ്യണം. ഫാറ്റ് ബേൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ആപ്സിന് മസിലിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്താൽ ആർക്കും ചെയ്യാൻ പറ്റും. അത് ബഡ്ജറ്റ് ഒരു വിഷയമല്ല. കാരണം നമുക്ക് ചില അത്ലറ്റ്സിനെ കണ്ടാൽ മനസ്സിലാവും. അവർ ഇങ്ങനെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തിട്ടൊന്നുമല്ല. അവർ ഇങ്ങനെ ഓട്ടം അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിലും 6 പാക്ക് ഒക്കെ ഉണ്ടാവും. ഈ 6 പാക്ക് ആക്ച്വലി മസിലാണ്. അത് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഫാറ്റ് ബേൺ ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ ആപ്സിനാണ്. ചില ആൾക്കാർ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിലത്ത് കിടന്നിട്ട് ആപ്സിന് വർക്കൗട്ട് ചെയ്യുമല്ലോ. ഒരിക്കലും 6 പാക്ക് ആർക്കും ഉണ്ടാവില്ല. നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യണം, പിന്നെ ഫാറ്റ് ബേണിങ്ങും ചെയ്യണം, ദെൻ ആപ്സിന് വർക്കൗട്ട് ചെയ്യണം. ഈ 3 കാര്യം കൂടി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 6 പാക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ. 6 പാക്ക് എന്നല്ലാണ്ട് ഇപ്പം ഫുൾ ബോഡി ഫാറ്റ് പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബോഡി പ്രോപ്പർ രീതിയിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പം പോസ്റ്റ് പാർട്ടം കഴിഞ്ഞ് നമ്മുടെ ഡെലിവറീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിക്ക് ഫുൾ ബോഡി ഫാറ്റ് മേ ബി കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവരുടെ വയറ് അതേ കണക്ക് തന്നെ ചിലപ്പോൾ സാഗ് ചെയ്ത് കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ച്വലി ഈ ടോട്ടൽ ബോഡിയിലത്തെ ഫാറ്റാണ് പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ഫാറ്റൊക്കെ ശരീരത്തിൽ എല്ലായിടത്തും ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കയ്യിൽ മാത്രമോ അല്ലെങ്കിൽ കാലിൽ മാത്രമോ വയറിൽ മാത്രം ഫാറ്റല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ടോട്ടൽ ബോഡിയിലുള്ള ഫാറ്റ് കട്ട് ചെയ്യാനുള്ള പ്രധാനമായിട്ട് 2 മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് ഡയറ്റ് ഫോളോ ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ ഡെലിവറി ആൾക്ക് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്താൽ മതി. നോർമലി ഒരാൾക്ക് 2-3 മന്ത് കൊണ്ട് കുറക്കാൻ പറ്റുന്നത് ഒരു 6 മന്ത് ഒക്കെ എടുക്കുന്നേ ഉള്ളൂ. മെത്തേഡൊക്കെ സെയിം ആണ്. പിന്നെ ആപ്സിന് വേണ്ടിയിട്ട് ഈ വയറിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കോറിൻ്റെ സ്ട്രെങ്ത്തിനുള്ള വർക്കൗട്ടും കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. കുറക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ യൂസ് ആയി പോകുന്ന വയറാണെങ്കിൽ പോലും നമുക്കത് നോർമൽ ആക്കാൻ പറ്റും. ഉറപ്പായിട്ടും. ഓക്കെ. പക്ഷെ അത് ഇപ്പം ഫീഡ് ചെയ്യുന്ന ഒരു മദർ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് ഡയറ്റ് അത്രയ്ക്കും അതായത് സമയം എടുക്കണേ ഉള്ളൂ. ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാൽ മതി. കാരണം പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്ത അടുത്ത മാസം തന്നെ കുറക്കണമെന്നില്ല. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് ഡയറ്റ് ചെയ്യാം. കുട്ടിക്ക് പാലിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഡയറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ട് വന്നാൽ മതി. അങ്ങനെയാണ്. നമ്മൾ വർക്കൗട്ടിൻ്റെ കാര്യം പറയുമ്പോൾ മോർണിംഗ് ഉള്ള വർക്കൗട്ട് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു മിത്ത്? അങ്ങനെയൊന്നുമില്ല. അത് മിത്താണ് ആക്ച്വലി. ഏത് സമയത്ത് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യും. ഞാനൊക്കെ ചില സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. ഉച്ചക്കാണെങ്കിൽ ഉച്ചക്കും ചെയ്യും. ഉച്ചയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പം എന്തെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും, പെട്ടെന്ന് വിയർത്തിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്ക് ആരോടും വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ ഫുട്ബോൾ പ്ലേയേഴ്സും ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ ഉച്ച സമയത്ത് നിർത്തി വെക്കുന്നൊന്നുമില്ലല്ലോ, എല്ലാ സമയത്തും കളിക്കാം. അപ്പോൾ അത് പ്രശ്നമുണ്ടായിട്ടില്ല. നമുക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്ന സമയമൊന്നുമില്ല. ഫുഡ് കഴിച്ചപാട് ചെയ്യരുത്. ഒരു 2 മണിക്കൂറിന് ശേഷം, അതായത് ഡൈജസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ടാവും. വലിയ മീൽ എടുക്കുന്ന സമയത്ത് അതിന് ശേഷമായിരിക്കണം വർക്കൗട്ട് ചെയ്യേണ്ടത്. എഫക്റ്റീവ് എന്നുള്ളത് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. ചില ആളുടെ കംഫർട്ട്. ഇപ്പോൾ എനിക്കത് 10 മണിക്കുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ മോർണിംഗ് വർക്കൗട്ട് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, വൈകുന്നേരം ആയിരിക്കും. എഫക്റ്റീവ് അല്ല, കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഏർലി മോർണിംഗ് ആകുമ്പോൾ ഭയങ്കര കാമായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ഓണാവാൻ ചാൻസ് ഉണ്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പോകുമ്പോൾ. അങ്ങനെ അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ. പിന്നെ ഇപ്പോൾ റംദാൻ മന്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ എങ്ങനെയാണ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? റംദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ 5 മണി മുതൽ ഈവനിങ് ഒരു 6:30 വരെ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പുതിയ ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ടാവും. പക്ഷേ ഞങ്ങളൊക്കെ കുഞ്ഞിൽ തൊട്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. ഫസ്റ്റ് നോമ്പ് നോക്കുമ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നോക്കും. ഒരു 10 ദിവസം അങ്ങനെ ചെയ്ത് അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ ഫുള്ള് നോമ്പ് നോക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്ക് ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നോക്കി വരുന്ന ആൾക്ക് കുറച്ച് വർക്കൗട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അധികം ആൾക്കാരും ജോബിനൊക്കെ പോയിക്കൊണ്ടാണ് നോമ്പ് നോക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത് തന്നെ. ഒന്നെങ്കിൽ ഈ വൈകുന്നേരം 4 മണിൻ്റെയും 6 മണിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നോമ്പ് തുറന്നപാട് കുറച്ച് വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ. അത് ഫെയിൻ്റ് ആയി പോകാൻ അങ്ങനത്തെ ചാൻസസ് ഉണ്ടാവില്ല? ഇല്ല. ചെറുപ്പം മുതലേ ഒരു മാർഷൽ ആർട്സ് മെയിൻലി ഇപ്പോൾ കൺസിഡർ കരാട്ടെയാണ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടി അതൊരു ഹാബിറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി വഴിതെറ്റി പോകാൻ ഇപ്പോൾ ഉള്ള പല മീഡിയയിൽ കാണുന്ന പല കുറ്റകൃത്യങ്ങൾ അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എങ്ങനെയാണ്? ഒരിക്കലും ചാൻസസ് ഇല്ല. പിന്നെ കുറേ ആൾക്കാരെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ മൈൻഡ് സൈക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലായിട്ടുള്ള ഒരാൾ ഈ കരാട്ടെ അല്ലെങ്കിൽ മറ്റു മാർഷൽ ആർട്സ് ഓർ എനി അത്ലറ്റിക്സ് എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് ഈ നമ്മളെ ശരീരം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്നുള്ളത് മനസ്സിലാവും. കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അത് മൈൻഡിലുണ്ടാവും. അപ്പോൾ ഒന്ന് ശരീരം ശ്രദ്ധിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്കം ആവശ്യമുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യണം, വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യം. പിന്നെ ആൻറ്റി ഡ്രഗ്സിൻ്റെ നമ്മൾ ക്ലാസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പുകവലിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, മദ്യമാണെങ്കിലും ഇനി ഇപ്പോൾ ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ MDMA
കഞ്ചാവോ എന്താണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരു പേഴ്സൻറ്റേജ് പോലും ബെനിഫിറ്റ് ഇല്ലയെന്നും അതേപോലെ ഇത് നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കും എന്നുള്ള അവയർനെസ് കുഞ്ഞുനാളിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്കത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പിന്നെ ഇവരുടെ മൈൻഡ് ഫുള്ള് ഇത് പ്രാക്ടീസ്, കോമ്പറ്റീഷൻസ്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനോട് ഭയങ്കര ഒരു ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ക്ലാസ്സിലുള്ള ആൾക്കാരൊന്നും യൂസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ അറിയാണ്ട് യൂസ് ചെയ്യുന്നുണ്ടോ അറിയുക. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇപ്പം ആ ഒരു ഏരിയ മേ ബി കറക്റ്റ് ആയിരിക്കും, ഇതുപോലത്തെ ഡ്രഗ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി അഗ്രസീവ് ആകാനുള്ള ചാൻസസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ ആൾക്കാർ ഈ കുട്ടീനെ ക്ലാസ്സിൽ ചേർക്കുന്ന സമയത്ത് എപ്പോഴും പറയലുണ്ട്, ഇപ്പോഴേ വീട്ടിൽ ഭയങ്കര കുരുത്തക്കേടാണ്, ഇത് പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുരുത്തക്കേടാവില്ലേ. ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ഫൈറ്റല്ല ആക്ച്വലി ചെയ്യിപ്പിക്കുന്നത്. മെൻ്റലി ഒന്ന് കാമാക്കാനുള്ള ട്രെയിനിങ്ങാണ് എല്ലാ മാർഷൽ ആർട്സും മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. വർക്കൗട്ട്സ് കൊടുത്ത് പിന്നെ പേഷ്യൻസ് വരാനുള്ള കുറേ ടൈപ്പ് ഓഫ് എക്സർസൈസ് ഉണ്ട്. നമുക്ക് സാധാരണ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും പേഷ്യൻസ് വരാനുള്ള കുറേ മെഡിറ്റേഷൻ ആണെങ്കിലും കുറേ ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് അവരെ കാമാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സെൽഫ് ഡിഫെൻസ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പഠിപ്പിക്കും. പിന്നെ ദർ ഈസ് എ ചാൻസ് ചെറിയ ഒരു ശതമാനം ആൾക്കാർ അങ്ങനെ അഗ്രസീവ് ആവുമായിരിക്കും. മോസ്റ്റ്ലി ഭയങ്കര കാമാവും. ഒരു 6 month പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് വരും. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ എന്താവും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറും. പിന്നെ സിറ്റുവേഷൻ ബാഡ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫാമിലീനൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിച്ച് ബോധം കെടുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള പരിപാടി നോക്കും. അല്ലാണ്ട് കൊല്ലാനുള്ള ടെൻഡൻസി ഒന്നും ആർക്കും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ്. ഇപ്പം പറഞ്ഞു കുരുത്തക്കേട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പാരൻസ് അത് വന്ന് പറയുന്നു. ഇപ്പം അല്ലാണ്ട് ഒരാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ, ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടാണോ നമ്മൾ ഒരു ആക്ച്വലി ഫിസിക്കൽ ട്രെയിനിങ് ഓർ മാർഷൽ ആർട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ എടുക്കണം. അഡൽട്ട്സ് ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. കുട്ടികൾ പിന്നെ നമുക്ക് ഹിസ്റ്ററി അങ്ങനെ ആ ഒരു ടൈപ്പിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പാരൻസൊക്കെ വന്നിട്ടായിരിക്കും കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അഡൽട്ട്സ് ആണെങ്കിൽ ഞങ്ങൾ ആധാർ കാർഡും പിന്നെ പോലീസ് ക്ലിയറൻസും അതേപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ ക്യാരക്ടർ നോക്കാൻ ക്യാരക്ടർ ഒറ്റ അതിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം ഇപ്പം കുട്ടികളെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിപിടി നടക്കുന്നത് പിള്ളേരുടെ ഇടയിലാണ്. അപ്പോൾ അവർ സ്കൂളിൽ രണ്ടുപേരെ ഇടിക്കാനായിട്ട് എനിക്കൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞൊരു എയിമോട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റാണ്. അത് സംഭവമില്ലേ, ഈ തുടക്കത്തിൽ കുറേ ആൾക്കാർ എന്നോടും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, എന്താ വെച്ചെങ്കിൽ ഞാനൊരു 10 ആളെ അടിക്കാൻ പറ്റുമോ ഒരു മാസം കൊണ്ട്. 10 ആൾ ആക്ച്വലി എത്ര ഒരു അഭ്യാസമാണെങ്കിലും 10 ആളായതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓടാന്നല്ലാണ്ട് വേറെ ആക്ച്വലി ഒന്നുമില്ല. അത് സിനിമയിലേ പറ്റൂ. അങ്ങനെയുള്ള വിചാരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് സ്ലോ ആയിട്ടാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല. ഈ ഫസ്റ്റത്തെ 1, 2, 3, 4 മാസം കഴിഞ്ഞാലും ഇവർ ഈ ഉദ്ദേശിക്കുന്ന അടി എന്നുള്ള സാധനം അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ കാമായി തുടങ്ങും. പിന്നെ ഇതിൻ്റെ വശങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമുണ്ട്, അതുമല്ലാണ്ട് അടിക്കാൻ പാടില്ല, എന്തൊക്കെ സിറ്റുവേഷൻ ഒഴിവാക്കണം, അതൊക്കെ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മുടെ ഇപ്പം നഞ്ചക്ക് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് മാർഷൽ ആർട്സിനകത്ത് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇല്ലീഗലാണ് കൈവശം വെക്കുന്നതും അത് ഉപയോഗിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളത് പഠിപ്പിക്കുന്നത്? ആക്ച്വലി നിയമപ്രകാരം അമേരിക്ക പോലുള്ള രാജ്യത്ത് അത് ബാനാണ്, അത് യൂസ് ചെയ്യാനേ പാടില്ല. ഇന്ത്യയിൽ നമുക്ക് ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷൻ, ഇതിപ്പോൾ നഞ്ചക്ക് പറയുന്ന ഒരാളെ അടിക്കാനോ ഇതാക്കാനോ ഉള്ളൊരു സാധനം മാത്രമല്ല. പണ്ട് യുദ്ധകാലത്ത് കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ലാത്തപ്പോൾ നെല്ലിങ്ങനെ ഇതാക്കിക്കൊണ്ടായ ഒരു വെപ്പണായിരുന്നു. അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നഞ്ചക്കാക്കിയത്. അപ്പോൾ അവർ ഇത് വെച്ചിട്ട് ആൾക്കാരെ അടിക്കാൻ വരുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടായി. പക്ഷേ ഇതിൽ ഡെമോൺസ്ട്രേഷൻ വേർഷനും കൂടിയുണ്ട്. ഇപ്പോൾ കളരിപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വാളെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ എന്ന് വെച്ചിട്ട് ആൾക്കാർ കുത്തിക്കൊല്ലില്ല, അത് ഡെമോൺസ്ട്രേഷൻ വേർഷൻ. അതേപോലെ ഇതിൽ ഫോംസ് ഉണ്ട്, നെഞ്ചക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് ആ ഒരു പർപ്പസിനാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാണ്ട് ഇത് വെച്ചിട്ട് ഇടിക്കാൻ ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല ഏത് ക്ലാസ്സിലും ചാൻസസ് ഇല്ല. കാരണം നമ്മൾ മാർഷൽ ആർട്ട് പഠിക്കുന്ന കരാട്ടിൻ്റെ അർത്ഥം തന്നെ എംപ്റ്റി ഹാൻഡ് എന്നാണ്, അതായത് ശൂന്യമായ കൈകൾ എന്നാണ് അർത്ഥം. അപ്പോൾ വെപ്പൺസ് ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള പർപ്പസിന് യൂസ് ചെയ്യില്ല. ഡെമോൺസ്ട്രേഷനായിട്ട് ചിലപ്പോൾ സ്റ്റേജ് ഷോ ഉണ്ടാവും, ചിലപ്പോൾ ചാമ്പ്യൻഷിപ്സ് ഉണ്ടാവും, ഇതിൻ്റെ അങ്ങനെയുള്ള പർപ്പസിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓൺലൈനൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കുകയാണെങ്കിൽ പോലീസ് കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ല എന്നല്ല, പോലീസ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് പരിശോധിക്കില്ലല്ലോ. ഇന്ത്യയിൽ അത്രയും കർശനമായ നിയമമില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെ ഒരു കുട്ടി മരിച്ചതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് കേസ്. അത് നമ്മുടെ RDX മൂവിക്കകത്ത് ഇത് വെച്ചിട്ട് തന്നെ ഫൈറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ്
ഒരു റോങ് മെസ്സേജ് അല്ലേ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അത് കണ്ടിട്ട്, എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി അത് കണ്ട് RDX മൂവി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓൺലൈൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അവൈലബിളും ആണ്, ഇതേപോലത്തെ മെസ്സേജസ് കൺവേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമില്ലേ? ഈ ചർച്ച ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ കാര്യം ഭയങ്കരമായിട്ട് ചർച്ച നടക്കുന്നതുകൊണ്ട് സിനിമ റോങ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നു ചോദിച്ചാൽ ആക്ച്വലി അത് എടുക്കുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടർ നല്ലതാണെങ്കിൽ ഒരു മോശം സിനിമ കണ്ട, ഇപ്പോൾ എക്സാമ്പിൾ ദൃശ്യം സിനിമ കണ്ടെന്ന് വെച്ചാൽ നമ്മളാരും കൊന്നു കുഴിച്ച് മൂടത്തൊന്നുമില്ലല്ലോ. അത് നമ്മുടെ ക്യാരക്ടറിൽ ഒതുങ്ങുന്ന കാര്യമാണ് ഒന്നാമത്തത്. ചെറിയ കുട്ടി എന്നുള്ള രീതിക്ക് മെച്യൂർഡ് ആവാത്തത് കൊണ്ടും ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ചോദിച്ച പോലെ അതൊരു റോങ് മെസ്സേജ് ആയി നമുക്കെടുക്കും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് സിനിമയിലുള്ള ഫൈറ്റോ കാര്യങ്ങളോ നിർത്തി വെക്കൽ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. പക്ഷേ ആക്ച്വലി എനിക്ക് പോലും ചേട്ടൻ ആ ഒരു വീഡിയോയിൽ ഇത് ഇല്ലീഗലാണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സ്ട്രെസ് ആയിട്ട് ആ വീഡിയോ ചെയ്തതാണ് പെട്ടെന്ന്. കാരണം എന്താ പറയുക, നമുക്ക് കിട്ടിയ മെസ്സേജസും പാരൻസിൻ്റെ ഇൻബോക്സ് ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് കുട്ടികൾക്ക് ഇത് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഒന്നുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് അവെയർ ഉണ്ടാക്കി കൊടുക്കും. ആക്ച്വലി പോലീസ് കേസ് എടുക്കും. ബാഗിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കേസ് എടുക്കും. കാരണം സ്കൂളിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്ട്രെസ്സായിട്ട് പെട്ടെന്ന് വീഡിയോ ഇട്ടു എന്നുള്ളതാണ്. ആക്ച്വലി ഇത് വീട്ടിലൊക്കെ നമ്മൾ കൈവശം വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇൻ കേസ് ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആളുടെ കയ്യിൽ നെഞ്ചൊക്കെ ഉണ്ട്, അത് ദുരുപയോഗം ചെയ്യാൻ നോക്കുന്നുണ്ട്, അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ട് പോലീസ് വന്നാൽ കേസ് എടുക്കും. അങ്ങനെയാണ് ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ. ഡിഫെൻസീവ് മെക്കാനിസം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരം മർമ്മങ്ങൾ, 100-ൽ പരം മർമ്മങ്ങളുണ്ടെന്ന് പറയുകയും അതിനെപ്പറ്റിയൊക്കെ അശോക് അങ്ങനെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൽ കുറച്ച് മർമ്മങ്ങളെ പറ്റി ഒന്നും പറയാത്തതുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മർമ്മങ്ങൾ, മേജർ മർമ്മങ്ങളെ പറ്റി. ഈ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കാൻ വരുന്ന, ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് മർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമോ? ആക്ച്വലി ഞാൻ ഇതുവരെ ആർക്കും പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്ന് വെച്ചെങ്കിൽ അത്രയും മെച്ചൂർഡ് ഒരു ബ്ലാക്ക് ബെൽറ്റ്സ് എടുത്ത് കുറേ കാലം അവരെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു എത്തിക്സ്. ഞാൻ ഇന്ത്യയിലല്ലാണ്ട് കുറച്ച് സമയം ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, പിന്നെ ബെൽജിയം ഇങ്ങനെ 4-5 രാജ്യത്ത് പോയിട്ട് മാർഷൽ ആർട്സിൻ്റെ അഡ്വാൻസ് ക്ലാസ്സും കൂടി ചെയ്തതിന്. അപ്പോൾ അവർ നമുക്കങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞു തരുമെന്നല്ല, എന്നിരുന്നാലും ഒരു വിധം പറഞ്ഞു തരും. ഞാൻ മൊത്തത്തിൽ അങ്ങനെ ആയിട്ട് പഠിച്ചതാണ്. എന്ന് വെച്ചിട്ട് ഈ കൊല്ലാനുള്ള ടൈപ്പ് സാധനങ്ങൾ ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. അല്ല, ആക്ച്വലി നമുക്ക് എല്ലാവർക്കും നോർമലായിട്ട് അറിയാം ചില ഏരിയയിൽ അടി വീണ് കഴിഞ്ഞാൽ മരിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. മർമ്മങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ചില ആൾക്കാർ അടിക്കുമ്പോൾ ഒറ്റ അടിയിൽ തന്നെ മരിച്ചോ. ഇന്നലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു ബസ് ഡ്രൈവർ ഒരു ഓട്ടോ ഡ്രൈവർ അടിച്ചപ്പോൾ ആൾ മരിച്ചു പോയ ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ്, ഇപ്പോൾ ഇത് തന്നെയാണ് കൊല്ലുന്ന ന്യൂസ് തന്നെയാണ് കാണാൻ. അപ്പോൾ അതൊക്കെ മർമ്മങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ആയിരിക്കും. അത് നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. ഡേഞ്ചർ ആയിട്ടുള്ളതല്ല, രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. രക്ഷപ്പെടാനുള്ള മർമ്മങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഒരു നമ്മൾ ഈ രക്ഷപ്പെടുക എന്ന് പറയുന്നത് എല്ലാവരും പാനിക്കായിരിക്കുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് സാധാരണക്കാർക്ക് നടക്കുന്ന കാര്യമാണോ? ഉറപ്പായിട്ടും നടക്കുമെന്ന് ചോദിച്ചെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ കഴുത്ത് പിടിച്ച് കൊല്ലുന്നുണ്ടെന്ന് വിചാരിച്ചു, ഒന്നെങ്കിൽ മരിക്കാം, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു പട്ടി കടിക്കാൻ വരുന്നുണ്ട് വിചാരിച്ചോ, നോർമലി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്ഷീണിച്ച്, ഇപ്പോൾ നോമ്പൊക്കെ ഉണ്ട്, ചിലപ്പോൾ ടയേർഡായിട്ടിരുന്നു, പക്ഷെ ഒരു പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഒരു എനർജി ഭയങ്കര 100% അപ്പായിരിക്കും. ചിലപ്പോൾ അടുത്തൊരു മതിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചാടാനുള്ള ഒരു പവർ വരും. അത് നോർമലി ചിലപ്പോൾ ഒരു പട്ടി കടിക്കുന്നത് മാത്രമായിരിക്കും. ഒരാൾ നമ്മൾ കൊല്ലാനെന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും സർവൈവ് ചെയ്യാൻ നോക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പഠിക്കാത്ത ആൾ പോലും ഒരു റിയാക്ഷൻ നടത്തും. അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ നിന്നുകൊണ്ട് പിടിക്കാൻ കൊടുക്കുകയാണ്. 2 ഓപ്ഷൻസ് എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ അറിയുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഓടി രക്ഷപ്പെടുക തന്നെയാണ് ഒന്നാമത്തെ സെൽഫ് ഡിഫെൻസ്. അതിൽ പിന്നെ നാണം തോന്നിയിട്ടൊന്നും കാര്യമില്ല. കൊല്ലം വരുന്ന സമയത്ത് അത് റിഫ്ലെക്സ് ആക്ഷൻ ആയതുകൊണ്ട് ആദ്യം ചെയ്യുന്നതും അതായിരിക്കും. ഇപ്പോൾ ചേട്ടൻ ആ ഓരോ റീലിനകത്തും പറഞ്ഞ കുഞ്ഞു ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് എത്രത്തോളം ഒരു നോർമൽ കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് എത്രത്തോളം യൂസ് ഉണ്ടാവും എന്നുള്ളത് കണ്ടതല്ല, അത് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കിയാലേ വർക്കാവും. കാരണം അധികം ആൾക്കാർ കമൻറ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നതും നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ പറയുന്നതും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, വർക്കാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാണ്ട് വീഡിയോ കണ്ടത് മാത്രം പെട്ടെന്ന് ഞാൻ ഒരാൾ കഴുത്ത് പിടിക്കുന്ന സമയത്ത് അന്ന് അയാൾ കാണിച്ച മർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല, പ്രാക്ടീസാക്കി നോക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു 5 ടെക്നിക്സ് എപ്പോഴും മൈൻഡിൽ വേണം. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഈ 5 ടെക്നിക്കിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. 5 ടെക്നിക്സ് നമുക്കൊന്ന് 5 ടെക്നിക്ക് നല്ല കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ, അതായത് എന്തെങ്കിലും നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ഏത് രീതിയിലാണെന്ന് നമുക്കൊന്ന് ചെയ്യാം.
കഴുത്തിനൊക്കെ പിടിക്കാൻ വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള കുറേ സെൽഫ് ഡിഫെൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ മർമ്മങ്ങളിൽ ഒന്ന് യൂസ് ചെയ്യാം, ഒന്ന് കഴുത്തിന് മാക്സിമം ടൈറ്റിൽ പിടിച്ചോ. മാക്സിമം ചെയ്തു. നമ്മളെ ശരീരത്തിൽ കുറേ അധികം മർമ്മങ്ങളുണ്ട്. നേരത്തെ ഒരു ഇന്റർവ്യൂ ചെയ്ത ആൾ സെബിൻ ചോദിച്ചായിരുന്നു. അപ്പോൾ 106 മേലെ മർമ്മങ്ങളുണ്ട്. ആക്ച്വലി അതിൽ മേജറുണ്ട് മൈനറുണ്ട്. അപ്പോൾ മൈനർ ആയിട്ടുള്ള ഒരു മർമ്മം എന്ന് പറയുന്നത് ഈ ഒരു അതായത് നമ്മൾ മസിൽസ് ഇങ്ങനെ പ്രസ് ചെയ്ത് നിങ്ങളും കൂടി വരും. അതൊന്ന് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ പ്രസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. മാക്സിമം പവറിൽ പ്രസ് ചെയ്താൽ ഒന്നുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും. നിങ്ങളെ രണ്ടാളും ഒരു മീഡിയം ലേൺ ചെയ്ത് ഒറ്റ പ്രസ് ചെയ്യണം. ഈ ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ താഴോട്ടാക്കാം. പെട്ടെന്ന് നമ്മളെ കൈന്റെ ബലം പോകും. ഈ സമയത്ത് നമ്മളെക്കാൾ ഹൈറ്റ് ഒരാളാണെങ്കിലോ എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. ചില ടെക്നിക്സ് പ്രയോഗിക്കാൻ പറ്റില്ല ഫേസിലോട്ടൊക്കെ ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ കണ്ണിന് കഴുത്തിന് പിടിച്ചേ. ചില ആളുകൾക്കില്ല. ഇപ്പൊ ഞാൻ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞുതരാം. ഇപ്പൊ സ്പെക്ടേഴ്സ് ഉണ്ട്. എപ്പോഴും ഞാനൊരു 5 ടെക്നിക്ക് ഓർത്ത് വെക്കണമെന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പോൾ ജിഞ്ചു പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണിൽ ഒന്നും ചെയ്താൽ നടക്കില്ല. നിങ്ങൾ ഒന്ന് പിടിച്ചേ. മെല്ലെ മെല്ലെ മനസ്സിലായി പിടിച്ചോ. ഇങ്ങനെതാ വർക്കാവുന്നുണ്ടല്ലോ. അതായത് നമ്മൾ കണ്ണിലൊക്കെ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്താൽ എന്തായാലും ആൾക്കാർ ബാക്കിലേക്ക് പോകും. കണ്ണിന് മസിലൊന്നുമില്ല. പക്ഷേ കൈക്ക് ഇപ്പം കൈക്ക് ഇവിടെ നല്ല മസിലുള്ളവർക്ക് എത്ര മസിലുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു പോയിന്റിൽ പിടിച്ച് പ്രസ് ചെയ്താൽ വീക്ക് ആവും. കറക്റ്റ് സ്ഥലമായിരിക്കണം. ഈ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് നമ്മൾ സ്ഥലം മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്താൽ 8 പണിയാവും. പക്ഷെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പെക്സ് ഇല്ലാത്ത ആൾക്കാണെങ്കിൽ കണ്ണിലേക്ക് പ്രയോഗിക്കാം. ഇനി സ്പെക്സ് വെച്ചിട്ടുണ്ട്, ഒന്ന് പിടിച്ചോ. അല്ല നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ ഇങ്ങനെയല്ലേ ചെവിയിലടിച്ചാൽ. അതായത് നിങ്ങളെ ഇങ്ങനെ അടിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി പിടിച്ചോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയാണ് അടിക്കേണ്ടത്. ഇത്രയും പവറിൽ ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് വരും. കുറച്ച് സമയം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു 5-10 മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കോമൺ ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഇനി ബാക്ക് നിന്ന് പിടിക്കുന്നുണ്ട്. നിങ്ങൾ വരുമോ, ഇങ്ങനെ പിടിക്കുന്നത് കുറേ ലോക്സ് ഉണ്ട്. ഇങ്ങനെയാണ് പിടിച്ചോ, നല്ല ടൈറ്റിൽ പിടിച്ചോ. ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു അടി കൊടുത്താൽ കുറച്ച് പവറിൽ അടിക്കട്ടെ. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പോരാട്ടാ. ഇനി തിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. ഇൻ കേസ് ഒരു സാധനം വർക്കായില്ലെങ്കിൽ അടുത്ത പ്ലാൻ ബി എപ്പോഴും ഉള്ളതായിരുന്നു. ഇതൊക്കെ ഫാസ്റ്റ്. ഇത് സാധനം വിട്ടില്ലാന്നുണ്ടെങ്കിൽ അടുത്ത മനുഷ്യനെ എടുത്ത് സൂപ്പാക്കിയിട്ട് ഇപ്പൊ സഹായിക്കുന്ന പറയും. നിങ്ങൾ ആ ഒരു ഏരിയ ഭയങ്കര പൊതുവെ അല്ല വിട്ടൂടാ. ഞാൻ ക്ലാസ്സിലും ഇങ്ങനെ പല ആൾക്കാരും ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒന്ന് വർക്കായില്ലെങ്കിൽ അടുത്തത് അപ്പം തന്നെ വെരി നെക്സ്റ്റ്. അതായത് ഫസ്റ്റത്തെ സെക്കൻഡിൽ 1 വർക്കായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അടുത്ത അടി വീണ്ടാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഈ ചെവിൻ്റെ ഇവിടെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. കുറേ സാധനങ്ങളുണ്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. പിന്നെ ബോധം കെടുത്താൻ പറ്റുന്ന പോലത്തെ പെട്ടെന്ന് ശ്വാസം അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അത് ബേസിക് ആയിട്ട് ഇതൊക്കെയാണ്. ഇനി മാർഷൽ ആർട്സ് അറിയുന്ന ആൾക്ക് പെട്ടെന്ന് പല രീതിയിലും അടിക്കാൻ പറ്റും. മൂക്ക്, ജോലൈന്, അങ്ങനെയുള്ള പരിപാടി ഒറ്റ ഒരു ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ അടിച്ച് തെറിപ്പിക്കാൻ പറ്റും മാർഷൽ ആർട്സ് അറിയുന്ന ആൾക്ക്. അറിയാത്ത ആൾക്ക് നോർമലായിട്ട് ഇതൊക്കെയാണ് ബെസ്റ്റ്. ഈ ക്ലാപ്പ് ചെവിയിലോട്ട് ചെയ്യുന്നത് ഓർ മൂക്കിലേക്ക് പഞ്ചും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് നെക്ക് പിടിക്കുന്നുണ്ട്, മൂക്കിലേക്ക് കൈ എത്തൂല്ലോ. എനിക്ക് എത്തുമല്ലോ. ഒന്ന് നോക്കിയേ, ട്രൈ. നോ മോർ. യെസ്. മൂക്കിലേക്ക് ഇടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനത്തെ ആളാണെങ്കിലും ഭയങ്കരമായിട്ട് പെയിൻ ആവും. അത് സ്ട്രോങ്ങും കൂടി ആണെങ്കിൽ മൂക്കിൽ നിന്ന് ചോരയും വരും, ചിലപ്പോൾ ബോധം കെടാൻ വരെ ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെ സിമ്പിളായിട്ട് ലേഡീസിനും ചെറിയ കുട്ടികൾക്ക് പോലും. ഇപ്പോൾ സെബിൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലേഡിയാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന അതേ ഇതൊക്കെ തന്നെയാണ്. ഒരാണ് ആക്ച്വലി ചെന്ന് കഴിഞ്ഞാൽ മേ ബി അത് വേറെ ഇതിലോട്ട് പോകാൻ നമുക്ക് അതിനെ എങ്ങനെ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്. ഒരാളെ ലോക്ക് ചെയ്തിട്ട് നിർത്താൻ പറ്റുന്ന ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഡീപ്പായിട്ട് അടിക്കാൻ എന്തായാലും ലേഡീസിനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും വേറെ ടൈപ്പ് ഓഫ് കേസസ് വരും. ബെസ്റ്റ് അങ്ങനെയാണ്. ഞാനിപ്പോൾ കൊച്ചി ടൗൺ പോലീസിന് സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ പിടിക്കുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്തണോ, ലോക്ക് ചെയ്തിട്ട് നിർത്താനുള്ള എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ നമുക്കാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് വേറെ സെഷൻ നമുക്ക് ഒരു സെഷൻ സോറി ഫോർ എവരിത്തിങ്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഈ മാർഷൽ ആർട്സ് ട്രെയിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്ന ആൾക്കാർക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറുപ്പം മുതലേ ഇപ്പോൾ ഒരു 10 വയസ്സിലൊരു കുട്ടി അത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങുന്നു, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ശരിയാണ് ഈ ബോൺസിലൊക്കെ തേയ്മാനം വരാൻ സാധ്യതകളുണ്ട്. ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു മാറാ രോഗമായി അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ രോഗങ്ങളിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അത് കോമ്പറ്റീഷന് പോകുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ കരാട്ടെ പോലുള്ള മാർഷൽ ആർട്സിലെ ആൾക്കാർ ടച്ച് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യല്ല, ഇപ്പോൾ ഒരു സ്പോർട്സ് രീതിയിലാണ് ചെയ്യിപ്പിക്കുന്നുള്ളത്. അതായത് ഫേസിലടിക്കാനോ ബോധം കെടുത്താനോ അങ്ങനെയൊന്നുമില്ല, ഫേസിലൊന്നും കോണ്ടാക്ട് ചെയ്യാനേ ഇല്ല. ഈ പുറത്തേക്കും ഈ ഭാഗത്തേക്ക് അടിക്കാന്നേ ഉള്ളൂ. അതും ഭയങ്കര പവറിലൊന്നുമല്ല, എന്നാൽ ഫൗള് കിട്ടും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഈ ചോദിച്ച പോലെ UFC പോലുള്ള മത്സരങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഫുൾ കോണ്ടാക്ട്സ് കുറേ മത്സരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള മത്സരത്തിൽ നമുക്ക് ഒരാളെ അടിച്ചിട്ട് ബോധം കെടുത്താം. അങ്ങനെയുള്ള ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് വരാനും ചാൻസ് ഉണ്ട്. അയാളെ സ്കില്ല് പോലെ ഉണ്ടാവും, അത് പിടിച്ച് നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് അന്നത്തെ മത്സരം ജയിക്കുന്നത്. അല്ലെങ്കിൽ മൂക്ക് കട്ടായി പോയ ആൾക്കാരുണ്ട്, നിങ്ങൾ മത്സരം ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. കാല് കട്ടായി പോകുന്ന ആൾക്കാരുണ്ട്, നോക്കൗട്ട് ആയി പോകുന്ന ആളുണ്ട്, മരിച്ചു പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇവൻ അത്രയും ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങൾ. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സർ പണ്ടുണ്ടായി. അയാൾ ഏകദേശം 10,000-ന് മുകളിൽ ഇടികൾ ഫേസിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇടി വാങ്ങിച്ചതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് പാർക്കിൻസൺ എന്ന് പറഞ്ഞിട്ട് രോഗം വന്നത്. അപ്പോൾ ഈ ബ്രെയിനിലേക്ക് ഇടി കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര റെയർ ആയിരിക്കും. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് കേട്ടോ. ഈ പഠിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ആക്കുക, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയാണ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ 100 ആൾക്കാരുണ്ടെങ്കിൽ മത്സരത്തിന് ഇറങ്ങുന്ന ഒരു 5 ആൾക്കാരൊക്കെ ആയിരിക്കും. അതിലും കുറേ കാറ്റഗറീസ് ഉണ്ട്, ഫുൾ കോണ്ടാക്റ്റ് അല്ലാത്ത രീതി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത്രയും ഭയങ്കര താല്പര്യമുള്ള ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇതിനിറങ്ങാം. ഈ ട്രെയിനിങ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള തേയ്മാനങ്ങൾ വരാനായിട്ടുള്ള സാധ്യത അതും ചാൻസസ് ഉണ്ട്. അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവായ് തായ് എന്ന് പറഞ്ഞിട്ടൊരു മാർഷൽ ആർട്സ് ഉണ്ട്, തായ്ലൻഡിലാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. ടോണി ജാ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. ഏറ്റവും കൂടുതൽ ബോൺ കണ്ടീഷൻസ് ചെയ്യുന്ന ടീംസും അവർ തന്നെയാണ്. ഈ മുട്ടിലും അവർ അറ്റാക്ക് വരുന്നതിൻ്റെ കൈൻ്റെ എൽബോ കാലിൻ്റെ മുട്ടൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവർക്കത് സ്ട്രോങ് ആക്കി എടുക്കണം. ആ ഭാഗത്തേക്ക് മരത്തിലടിച്ചിട്ടും അങ്ങനെ വരുന്ന സമയത്ത് എല്ലിന് തേയ്മാനം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രൂവനുമാണ്. തായ്ലൻഡിൽ കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കൊന്നും അങ്ങനെ ചാൻസസ് ഇല്ല. ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം 26 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എന്നല്ല, ഇനി അങ്ങോട്ടാണെങ്കിൽ ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വാം അപ്പ്, സ്ട്രെച്ചിങ്സ്, ദെൻ പ്രാക്ടീസ്, വാം ഡൗൺ, ഇതേ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ കൊടുത്തുകൊണ്ടൊന്നും പ്രാക്ടീസ് ചെയ്യാറുമില്ല. നമ്മൾ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കിപ്പം മൂവിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരും ഉണ്ട് ആവാത്തവരും ഉണ്ട്, അത് ഡിപ്പെൻസ് ആണ് അവർ. പക്ഷെ ഞാൻ കണ്ട ഒരു മൂവി നമ്മുടെ ജയ ഹേക്കകത്ത് ദർശന നല്ലപോലെ ഫോൺ നോക്കി പഠിച്ചിട്ട് ബേസിലിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആക്ഷൻ നമുക്കിപ്പോൾ ഫോണിൽ നോക്കിയിട്ട് അവർക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഫോണിൽ നോക്കിയിട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഫോംസ് ഒക്കെ കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് റീച്ച് ആവണമെന്നില്ല. ബട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരുവിധം രക്ഷപ്പെടാനുള്ള രീതിയിലുള്ള സാധനങ്ങൾക്ക് പഠിച്ചെടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോകാനും ചാൻസ്, അങ്ങനെ ഒരു ചാൻസസ് ഉണ്ട്. ക്ലാസ്സിലാവുമ്പോൾ കറക്റ്റ് നമുക്ക് ഓരോ ഏരിയ നോക്കി ചെയ്യാൻ പറ്റും. ഒരുപാട് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാക്സ് ഓൺലൈനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളുടെ വ്യൂവേഴ്സിനോട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉണ്ടോ? അതായത് ഇങ്ങനെ ചെറുനാരങ്ങൻ്റെ വെള്ളം വെച്ച് അങ്ങനത്തെ ടിപ്സാ നിങ്ങൾ യൂസ്? അതായത് ചെറുനാരങ്ങ മാത്രമല്ല, അല്ല അങ്ങനത്തെ അതുപോലത്തെ അല്ല. ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു ഇതാണെങ്കിലും പല അതായത് ഓൺലൈനിൽ ആർക്കും എന്തും ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതിൽ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് ആരോടെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ? ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളതില്ലേ, വീഡിയോസ് കണ്ടിട്ട് മാത്രം ഒരിക്കലും ഫിറ്റ്നസ് ടിപ്സ് ഫോളോ ചെയ്യരുത്. കാരണം 100 ട്രെയിനേഴ്സിന് 100 ടൈപ്സ് അഭിപ്രായമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഫിറ്റ്നസ് ജേണി നടത്തുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങിന് പോവാം, അതല്ലെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ നിർദ്ദേശങ്ങൾ സജസ്റ്റ് ചെയ്യാം. നമുക്ക് തോന്നിയ പോലെ ചെയ്യുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ മാർഷൽ ആർട്സും ക്ലാസ്സിൽ പോയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. പിന്നെ ഇതിനൊന്നും പോകാൻ സമയമില്ലാത്തതും സൗകര്യമില്ലാത്തതും ഒക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ട് പറയാം. അത് വീഡിയോയിൽ തന്നെ പറയാറുമുണ്ട്. ഇത് 100% പ്രാക്ടിക്കൽ ആണോന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ മാർഗം എപ്പോഴും റൺ അവേ,
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിന് പിടിച്ച് കൊല്ലുമ്പോൾ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നത്. രക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പല ട്രെയിനേഴ്സും പല രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഫോണിൽ അല്ലെങ്കിൽ ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ചേട്ടനും കണ്ടു കാണും, പലരും വേറെ ആൾക്കാരെയും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് കണ്ടിട്ട് ഇത് കറക്റ്റ് രീതിയല്ല, അല്ലെങ്കിൽ പല ടിപ്സും ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ നാരങ്ങ നീര് വെള്ളത്തിൽ വെച്ച് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുന്നുള്ളത് തെറ്റായൊരു. ഉറപ്പായിട്ടും അങ്ങനത്തെ ടിപ്സ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം നമുക്കില്ലേ ഇതിൽ ഷോർട്ട് കട്ടില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കഴിച്ച ഫുഡിൻ്റെ ഒരു റിസൾട്ടായിരിക്കും ഫാറ്റായിട്ട് ശരീരത്തിലുള്ളത്. എല്ലായിടത്തും ഫാറ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഒരു മാസം ഇങ്ങനെ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീഡോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് കൊണ്ട് ഒരിക്കലും ഇത് ചരിത്രം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇതുവരെ ഇല്ല. അത് മാത്രം ഗ്രീൻ ടീ ഉണ്ടോ? ഗ്രീൻ ടീ ഒക്കെ ഡയറ്റിൽ ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഗ്രീൻ ടീ മാത്രമേ അങ്ങനെ എളുപ്പമല്ല. എല്ലാവരും ഗ്രീൻ ടീ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഈ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കുറച്ചാൽ പോരെ. അപ്പോൾ ആക്ച്വലി ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് മാത്രം ചെയ്തിട്ട് കുറയുകയാണെങ്കിൽ എന്ത് ഈസിയാണ് എല്ലാവർക്കും. അതെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറെ ടിപ്സ് ഇത് പാടില്ല എന്നുള്ളത് ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ അംബാനിയുടെ മോന് എത്ര ക്യാഷ് വേണമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പൈസയുള്ള ആളാണ്. ആളുടെ ഫിസിക്ക് നമുക്ക് കണ്ടെങ്കിൽ മനസ്സിലാവും. ഭയങ്കര ഫാറ്റായിട്ടുണ്ട്. ഒരു പരിധി വരെ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പൈസ അത്ര ഉണ്ടായിട്ട് പോലും ഇത് കുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലത്തെ പൊടിക്കൈകൾ ആൾക്ക് സർജറീസ് ഉണ്ട്, ലൈപ്പോസെക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അതിനും ബ്ലഡിൻ്റെ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ്. ബട്ട് എന്നാലും തിരിച്ച് ഫാറ്റ് ഗെയിൻ ആവുമല്ലോ. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ മതി. അത്ര സമയം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ഷോർട്ട് കട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സാധാരണ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാം. മീനും കഴിക്കാം, ചിക്കൻ കഴിക്കാം, ബിരിയാണി കഴിക്കാം, എന്നും കഴിക്കാം. പക്ഷെ തോന്നി എത്ര കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എല്ലാ സാധനവും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയുന്നില്ല. ഇത് അധികം ആൾക്കാർ വിചാരിക്കുന്നത് മെലിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫുഡും ഒഴിവാക്കണം, ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം, ഓയിലി തീരെ തൊടാൻ പാടില്ല. അങ്ങനെയൊന്നുമല്ല. ചെറിയ അളവിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, കുറച്ചധികം നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടി. നല്ലൊരു സെഷൻ ആയിരുന്നു. അതെ. എന്തായാലും കുറച്ച് ഡെമോൺസ്ട്രേഷൻ പോലെ ഐഡിയയും കിട്ടി. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ബിസി ആയിരുന്നിട്ട് ഇതിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത സെഷന് ഓക്കെ. എന്തായാലും താങ്ക് യു, നല്ലൊരു സെഷൻ തന്നതിന്. ഓക്കെ, വിളിച്ചാലും ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഭയങ്കരമായിട്ട് വളരട്ടെ. അടുത്ത് തന്നെ കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന അതിൽ. ഇനി വരും മാസങ്ങളിൽ ഞങ്ങൾക്കും അവിടെ കാണാം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് കൊച്ചിയിൽ പുതിയ അതും കൂടെ എല്ലായിടത്തും കൂടെ വേണമെങ്കിൽ ഇപ്പം പറയാം. അതെ, അടുത്ത പണി നടക്കുവാണ്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൽ കരാട്ടെ ക്ലാസ്, അതേപോലെ ജിംനാസ്റ്റിക്സ്, ഈ ഫ്ലിപ്സ് പഠിപ്പിക്കുമല്ലോ, അതുണ്ടാവും. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി കാസർഗോഡ് വരെ വരണ്ട ആർക്കും, ഇടയ്ക്ക് വന്നിട്ട് പോകാൻ വേണ്ട, ഇവിടെ തന്നെ. അല്ല, ഞാനിപ്പോൾ മോസ്റ്റ്ലി ഇവിടെയാണ്, ഇടയ്ക്ക് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. ഓക്കെ, ഭയങ്കര സന്തോഷം.